നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അൺസർട്ടനിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഇഷ്യൂസ്, പാസ്പോർട്ട് ലോസ്, ബാഗേജ് ലോസ്, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ എക്സെട്ര. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത്. ട്രാവൽ ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ടുഡേ വി ഹാവ് മിസ്റ്റർ രവി, ദ വൈസ് പ്രസിഡന്റ് ഓഫ് അസീഗോ ഇൻഷുറൻസ് സൗത്ത് ഇന്ത്യ. നമസ്കാരം. ഹലോ സർ. സാറിന്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്തുകൊണ്ട് ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എടുക്കണം, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്ത് എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് നമുക്ക് വരാം. എസ്പെഷ്യലി ഒരാൾ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറിൻ കൺട്രി എന്ന് പറയും. ഫോറിൻ കൺട്രിയിൽ ഒത്തിരി അൺസർട്ടനിറ്റീസ് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റും. എക്സാമ്പിൾ ഏറ്റവും പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് തന്നെ മെഡിക്കലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഒരു മെഡിക്കൽ എക്സ്പെൻസ് വളരെ ഹൈ ആണ്. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി നമ്മളൊരു കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കൺസൾട്ടേഷൻ ചാർജിന് ഒരു 250 രൂപ കൊടുക്കണമെങ്കിൽ ഇത് തന്നെ ഒരു UK വെച്ച ഒരാൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അവിടെ 120 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 250 രൂപയാണെങ്കിൽ അവിടെ 120 ആണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ രൂപയ്ക്ക് വരെ അവിടെ പൗണ്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട് 110 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വെറുതെ ഒരു പാരസെറ്റമോൾ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് എഴുതണമെങ്കിൽ തന്നെ കൺസൾട്ടേഷൻ ചാർജ് നമ്മൾ ഏകദേശം ഒരു 12,000 അല്ലെങ്കിൽ 13,000 രൂപ വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അതർ മെഡിസിൻസ് പർച്ചേസ്. ഇനി ഒരു ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ കിടന്ന് ചികിത്സിക്കുന്ന ഒരു കേസാണെങ്കിൽ സ്വാഭാവികമായിട്ട് യു ക്യാൻ ഇമാജിൻ ദ അമൗണ്ട് ഓഫ് മണി വിച്ച് സംബഡി ഹാസ് ടു സ്പെൻഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അമൗണ്ട് ഓഫ് മണി എത്രമാത്രം ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതലാണത്. ഇനി ഇത്രയും പൈസ ആയിട്ട് ഒരിക്കലും ആരും നമ്മുടെ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യില്ല. വെദർ ഇറ്റ് ഈസ് ലീഷർ ട്രാവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റിംഗ് ആയിക്കോട്ടെ. ഫാമിലി വിസിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇവിടെ പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ അവരുടെ മക്കൾ അവിടെ സെറ്റിൽഡ് ആണ്. അപ്പൊ അന്ന് വെക്കേഷന് അവരെ പോയി കാണണം, അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അതിന് വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരുണ്ടാവും. അവര് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ വെച്ച് ഉണ്ടാവുന്ന എക്സ്പെൻസ് അവരുടെ മക്കൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ പോലും അവർക്ക് പോലും താങ്ങാൻ പറ്റാത്തത്രയും എക്സ്പെൻസ് ആയിരിക്കും വരുന്നത്. അത് കാരണം തന്നെ പലപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ മക്കൾ, കാരണം അവരവിടെ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാരായ കാരണം അവർ പറയും ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് എടുത്ത് വരണം. കാരണം അവർക്കറിയാം അവിടുത്തെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത്. ആ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്ത് തരാൻ പറയും. അത് കാരണം അതൊന്ന് നമ്പർ 1 കേസ്. നമ്പർ 2 കേസ്, ഇപ്പൊ ഷോർട്ട് ടേം ട്രാവൽ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ബേസിക് നമ്മളിപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കണ്ടതെങ്കിൽ ഏറ്റവും മിനിമം ആൾക്കാർ ശ്രീലങ്കയോ അല്ലെങ്കിൽ തായ്ലാൻഡോ അല്ലെങ്കിൽ ഫുക്കറ്റോ വിയറ്റ്നാം, ഇപ്പൊ റീസെന്റ് വിയറ്റ്നാമിൽ പോകുന്നത്. കാരണം ഇവിടെയൊക്കെ ഇന്ത്യൻസിന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. കാരണം ഫിനാൻഷ്യലി ഏറ്റവും വയബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതെല്ലാം. പക്ഷെ അവിടെയാണെങ്കിലും മെഡിക്കലി എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതിനുള്ള ഫണ്ട് കൊണ്ടല്ല നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത്. കാരണം ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന്റെ പ്രോസസ്സ് വളരെ ലെങ്തി ആണോ, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ, എങ്ങനെയാണ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ട്രാവൽ ഇൻഷുറൻസ് എടുക്കാന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ഒരിക്കലും ലെങ്തി അല്ല. അതേപോലെ തന്നെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവും അല്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ട്രാവൽ ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ട്രാവൽ ചെയ്യുന്ന ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏതൊരു ജനറൽ ഇൻഷുറൻസ് എടുക്കണം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതെല്ലാം 1 കൊല്ലത്തേക്കാണ് വാലിഡ്. അതേസമയം ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ ജേർണി പീരീഡിലേക്ക് വേണ്ടി മാത്രം എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7 ദിവസത്തേക്ക് ഒരാൾ സിംഗപ്പൂർ മലേഷ്യ പോവുകയാണെങ്കിൽ ആ 7 ദിവസത്തേക്കുള്ള പ്രീമിയം മാത്രം അടച്ചാൽ മതി, അല്ലാതെ 1 ഇയറിലേക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻഡിവിജ്വൽ ട്രാവലായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ എത്ര നാളത്തേക്കാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ പീരീഡിലേക്ക് വേണ്ടി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഒരു ഇൻഷുറൻസിന്റെ പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പോകുന്ന കൺട്രി, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, എത്ര നാളത്തേക്കാണ് സ്റ്റേ ചെയ്യുന്നത്, എത്രേന്റെ കവറേജ് ആണ് വേണ്ടത്. കാരണം ഏറ്റവും മിനിമം $50,000 മുതൽ $10 ലക്ഷം വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു 10 ദിവസത്തേക്കാവും ഒരാൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ $10 ലക്ഷം കവറേജ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ള ക്ലെയിം വരാൻ ചാൻസസ് ഇല്ല. നമ്മൾ റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ 10 ദിവസത്തേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ $50,000 പോളിസി എടുത്താൽ മതി. പോകുന്ന കൺട്രി, പോകുന്ന ഡ്യൂറേഷൻ, കവറേജ്, പിന്നെ അത് നമ്മൾ എങ്ങനെയാണോ അതിന്റെ എത്ര വാല്യൂ വേണം എന്നുള്ളത് ടോട്ടലായിട്ട് നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. ഇനി അതല്ല ഇപ്പൊ പ്രായമായ ഒരാൾ, അതായത് ഒരു ഫാദറും മദറും, അങ്ങനെ മക്കള് UK സെറ്റിൽഡ് ആണ്, അങ്ങോട്ട് പോവുകയാണ് ഒരു 6 മാസത്തേക്ക് വേണ്ടിയിട്ട് സമ്മർ വെക്കേഷൻ ആഘോഷിക്കേണ്ട ആൾ, അങ്ങനെയാണെങ്കിൽ 6 മാസത്തേക്ക് എടുക്കേണ്ടി വരും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആളുടെ ഈ പറഞ്ഞ പോലെ പ്രീമിയത്തിന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഏജ് വൺ ഓഫ് ദ ഫാക്ടറാണ്. 40 വയസ്സായ ഒരാൾക്ക് എടുക്കുന്ന പ്രീമിയം ആയിരിക്കില്ല 70 വയസ്സായ ഒരാളുടെ. കാരണം 70 വയസ്സായ ഒരാൾക്കുടെ പ്രീമിയം കൂടും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് കൂടുതലാണ്. കാരണം അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ വീഴ്ചയുടെ തുടർന്നുള്ള ട്രീറ്റ്മെന്റിന്റെ ചാൻസ് കൂടുതലായിരിക്കും.
അങ്ങനെ പ്രീമിയത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പ്രീമിയം അല്ലെങ്കിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ 525 രൂപ മുതൽ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപ വരെയുള്ള പ്രീമിയം ഉണ്ട്. അത് അഗൈൻ ഈ പറഞ്ഞ പോലെ ഏജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പോളിസി എടുക്കണ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയാനായിട്ട് നിങ്ങൾ ഒരു കസ്റ്റമർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ട്രാവൽ ഏജന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്യണമെങ്കിൽ ആ ടൂർ ഓപ്പറേറ്റർ അവർ വഴി സമീപിക്കുകയാണെങ്കിൽ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. കാരണം അവരുടെ കയ്യിൽ അവർ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് അറിയാം അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അവർ കറക്റ്റായിട്ട് ആ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും അവരുടെ കയ്യിലുണ്ട് നമ്മളുടെ, അതുവഴി തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പം എന്തുകൊണ്ടും നോക്കുകയാണെങ്കിലും കോസ്റ്റ് വൈസ് ആണെങ്കിലും ടൈം ടേക്കിംഗ് വഴിയാണെങ്കിലും ടൂർ ഓപ്പറേറ്റേഴ്സോ ട്രാവൽ ഏജന്റ് വഴി എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും. ഈ പറഞ്ഞ പോലെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $50,000 മുതൽ $10 lakh വരെ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 525 രൂപ മുതൽ 1,26,000 വരെ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. സർ, ഏതൊക്കെ കൺട്രീസിലേക്കാണ് നമുക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് യാത്രകൾക്ക് നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും? സോ ബേസിക്കലി ഏതൊക്കെ കൺട്രീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കൺട്രീസിലേക്കും നമുക്ക് കൊടുക്കാം. പക്ഷെ പൊതുവെ ആൾക്കാർ എടുക്കുന്നത് ഷെങ്കൻ കൺട്രീസിലേക്ക് വേണ്ടി പോകുന്നവർ ഇത് നിർബന്ധമായിട്ടും വിസ കിട്ടണമെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞ കാരണം ഇത് എടുക്കാറുണ്ട്. അല്ലാതെ ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസ് സാങ്ഷൻ ചെയ്തേക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, ലിബിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് യാത്രകൾക്ക് വേണ്ടി നമുക്ക് എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ പിൽഗ്രിം ട്രാവൽ, അതായത് നമ്മുടെ കൈലാസ് മാനസരോവർ അല്ലെങ്കിൽ ഹോളി ലാൻഡ്, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്റ്റ് അങ്ങനെ പോകുന്നവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ബിസിനസ് ട്രാവലിന് പോകുന്നവർക്ക് കൊടുക്കാം, അതായത് ജോലി സംബന്ധമായിട്ട് പോകുന്നവർ. അല്ലെങ്കിൽ ലീഷർ ട്രാവൽ, ഇപ്പൊ ഷോർട്ട് ടേം ട്രാവൽ പോകുന്നവരുണ്ടോ, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാന്റ്, ദുബായ്, ഉസ്ബെക്കിസ്ഥാനൊക്കെ പോകുന്നവർക്ക് കൊടുക്കാം. സ്റ്റുഡന്റ് ട്രാവലിന് പോകാം, വിദേശത്തേക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ട്രാവലിന് വരെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യക്കകത്ത് തന്നെ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ പോകുന്നു, അല്ലെങ്കിൽ കുലു മനാലി പോകുന്നു, സിക്കിം, ഡാർജിലിംഗ് പോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള പോകുന്നവർക്കും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. സർ, ട്രാവൽ ഇൻഷുറൻസ് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നത് മെഡിക്കൽ ഇതിനെ പറ്റി മാത്രമായിരിക്കും. പക്ഷെ മെഡിക്കൽ മാത്രമാണോ, അല്ലെങ്കിൽ വേറെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈവൻ ദോ ഒരു ട്രാവൽ ഇൻഷുറൻസിൽ മെഡിക്കലാണ് മെയിൻ കോമ്പണന്റ് എങ്കിൽ പോലും മെഡിക്കലിനേക്കാൾ ഉപരിയായിട്ട് വേറെ ഒത്തിരി കവറേജസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൽ എല്ലാം പറയാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 4-5 ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് നഷ്ടപ്പെടുക, അതായത് നമ്മൾ പറയുന്ന കാര്യം പാസ്പോർട്ട് ലോസ് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി ഒരു വിദേശ രാജ്യത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ അങ്ങേരുടെ ഐഡന്റിറ്റി ആരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഐഡന്റിറ്റി, ഞാനൊരു വിദേശ രാജ്യത്താണെങ്കിൽ എൻ്റെ ഐഡന്റിറ്റി കാണിക്കുന്ന ഏറ്റവും വലിയ ഡോക്യുമെന്റാണ് പാസ്പോർട്ട്. അതില്ലെങ്കിൽ എനിക്ക് ഐഡന്റിറ്റി ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു കവറേജ് ആണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു FIR റേസ് ചെയ്യുക. ആ FIR കോപ്പി ആയിട്ട് തൊട്ടടുത്തുള്ള ഇന്ത്യൻ എംബസി പോവുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഞാൻ കരസ്ഥമാക്കേണ്ടി വരും. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസസ് വരുന്നുണ്ട്. ഈ എക്സ്പെൻസുകൾ നമ്മൾ ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിടക്കും. അതാണ് പാസ്പോർട്ട് ലോസിന്റെ കവറേജ്. അതേപോലെ തന്നെ വേറൊരു കവറേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ലോസ് ഓഫ് ബാഗേജ് എന്ന് പറയും. ചെക്ക്ഡ് ഇൻ ബാഗേജ് എന്ന് പറയാം നമ്മൾ. അതായത് ഞാനൊരു വിദേശ രാജ്യത്ത് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ എൻ്റെ ഒപ്പം എൻ്റെ ബാഗും കൂടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ചെല്ലുന്നത്. അത് 90% അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ആ റിമൈനിങ് 10% എന്ന് പറയുന്നത് ചിലപ്പോൾ ബാഗേജ് നമുക്ക് കിട്ടില്ല, അത് നഷ്ടപ്പെട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയാൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ബാഗേജ് കിട്ടുന്നത്. ഈ സമയത്ത് എനിക്ക് ഒരു അഡീഷണൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. ആ പർച്ചേസ്, കാരണം ഡ്രസ്സ് സ്വാഭാവികമായിട്ട് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സായിട്ട് എനിക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിൽക്കാൻ പറ്റില്ല. അഡീഷണൽ ആയിട്ട് ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന എമർജൻസി പർച്ചേസുകൾ ഇതെല്ലാം നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇനി ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എൻജിൻ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്ലമെന്റ് വെതർ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ടിംഗ് കൺട്രിയിലോ അല്ലെങ്കിൽ അറൈവൽ കൺട്രിയിലോ ഒരു ഇൻക്ലമെന്റ് വെതർ, ഒരു വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ്, എർത്തിക്കൊക്കെ കാരണം നമുക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പാണ് ഇത് സംഭവിക്കണമെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാം, ഞാൻ സേഫാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ മലേഷ്യയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ സിംഗപ്പൂരാണ് നിൽക്കുന്നത്. കാലത്ത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, തിരിച്ച് നാട്ടിലേക്ക് വീട്ടിൽ പോകാനായിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് അറിയുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് തിരിച്ചു പോകാനും ഹോട്ടലില്ല, കാരണം ഓൾറെഡി ചെക്ക്ഡ് ഔട്ട് ആണ്. അപ്പൊ എമർജൻസി ഹോട്ടൽ അക്കോമഡേഷൻ എടുക്കണം. ഈ സംഭവം എനിക്ക് എൻ്റെ ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റും. ഇനി
നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നു. ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് പലർക്കും അറിയാം, നമ്മുടെ ഇന്നത്തെ എയർലൈൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ റീഫണ്ടബിൾ ടിക്കറ്റ് ഉണ്ട്, നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് ഉണ്ട്. പൊതുവേ ആൾക്കാർ നോൺ റീഫണ്ടബിൾ എടുക്കുള്ളൂ, കാരണം അതാണ് കമ്പാരിറ്റീവ്ലി പ്രൈസ് വെച്ച് കുറവ്. ഞാൻ ടിക്കറ്റ് എടുത്തു, പക്ഷെ പോണേന്റെ തലേ ദിവസം എന്റെ വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി നടക്കുന്നു, അത് കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എയർലൈനിൽ ചെന്ന് റീഫണ്ട് ചോദിക്കാൻ പോയി അവർ റീഫണ്ട് തരില്ല, കാരണം പറയണ അവരെന്താണ്, ഇത് നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് ആണെന്ന് പറയും. അപ്പൊ അതിൽ എനിക്കൊരു വലിയൊരു ലോസ് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നോൺ റീഫണ്ടബിൾ പോർഷൻസ് വരുന്ന എല്ലാ കേസുകളും എനിക്ക് എൻ്റെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് വൺ ഓഫ് ദ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവറേജ് ആണ്. ഇനി ഇത് ജനറൽ ആയിട്ട് വരുന്ന കവറേജ് ആണ്. ജനറൽ അല്ലാതെ ആയിട്ട് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാവുന്ന കവറേജുകളുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഹൈലി എക്സ്പെൻസീവ് ഗാഡ്ജറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാത്ത ആൾക്കാർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ ചുരുങ്ങിയത് ഒരു 20,000-30,000 രൂപ മുടക്കുള്ള ഒരു മൊബൈൽ ഫോൺ കാണും. ഇനി അതല്ല, ഒരു ബിസിനസ് പർപ്പസിന് ഒരാൾ ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങേരുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും. ഇനി ഈ ബ്ലോഗേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർ ഡ്രോൺ ക്യാമറ അല്ലെങ്കിൽ DSLR ക്യാമറ ഇതൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യണവരുണ്ടാവും. അണ്ടർ വാട്ടർ ഫിലിമിംഗ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ കോറൽ ഐലൻഡ് ഒക്കെ പോലെ സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന്റെ അടിയിൽ ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ റെസിസ്റ്റൻസ് ക്യാമറ ആയിട്ടൊക്കെ പോകുന്നവരുണ്ടാവും. ഇതൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. സർ, നമ്മൾ ട്രാവൽ ഇൻഷുറൻസിനെ പറ്റിയും അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇപ്പൊ അത് ക്ലെയിം ചെയ്യുന്നതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഓൾസോ അത് ക്ലെയിം ചെയ്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കുമോ? എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഇപ്പൊ ചോദിച്ചത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, കാരണം പല ആൾക്കാരും അറിയേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണത്. എങ്ങനെയാണ് ക്ലെയിം പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ക്ലെയിം കാരണം ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോഴും അതിന്റെ ക്ലെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ ക്ലെയിം ഒഴികെ ബാക്കിയല്ല നോൺ മെഡിക്കൽ പ്രോഡക്ട്സ് എല്ലാം തന്നെ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്നതിന് ശേഷമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുക, ഇന്ത്യയിൽ വരിക, ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, എല്ലാ ഡോക്യുമെന്റും പ്രോപ്പറായിട്ട് തന്നു കഴിഞ്ഞാൽ വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ക്ലെയിം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ 7 വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും കസ്റ്റമറിനെ സംബന്ധിച്ചുള്ള ഒരു 10-14 ദിവസം വരും, കാരണം ഇൻ ബിറ്റ്വീനിലെ ഹോളിഡേയ്സും ഈ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണത്. എന്നാലും ഒരു 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. ഇനി മെഡിക്കൽ ക്ലെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാരണം മെയിൻ ഞാൻ പറഞ്ഞല്ലോ കവറേജ് മെഡിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ. മെഡിക്കൽ ക്ലെയിം എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ക്ലെയിം ഞങ്ങളെ ഇന്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി നമ്മൾ തരുന്ന പോളിസിയുടെ ഉള്ളിൽ തന്നെ 3 നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഒന്ന്, ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ വാട്സാപ്പിൽ നമ്മൾ ക്ലെയിം എന്ന് പറഞ്ഞ് കൊടുക്കാൻ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് ആൾ കോൺടാക്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്, ഫോണിൽ വിളിച്ച് സംസാരിക്കാം. 3ാമത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ട്, ഇമെയിലിലേക്ക് കൊടുക്കാം. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയാനായിട്ട് വാട്സാപ്പിൽ അയക്കുന്നതായിരിക്കും. അത് കൊടുക്കുകയാണെങ്കിൽ ക്ലെയിം ഇന്റിമേറ്റ് ചെയ്യുക. ഇന്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു കോൾ അവിടേക്ക് ചെല്ലും, ഏത് ഹോസ്പിറ്റലിലാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ്സും ബാക്കിയുള്ള റിലേറ്റഡ് റെക്കോർഡ്സും എടുത്ത് നമ്മുടെ ഡോക്ടർ അത് ഒരു 2-3 അവേഴ്സിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്തിട്ട് ക്ലെയിമിന് വേണ്ടിയിട്ട്, ഇപ്പൊ ക്യാഷ്ലെസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് വലിയൊരു ക്ലെയിമാണ് സംഭവിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണ്, ഒരു 3-4-5 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു GOP അല്ലെങ്കിൽ ഗ്യാരണ്ടി ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, കാരണം ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് അല്ല സെറ്റിൽ ചെയ്യണത്, അവരൊരു ഗ്യാരണ്ടി ലെറ്റർ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അവരൊരു മന്ത്ലി ബേസിസിലാണ് സെറ്റിൽമെന്റ് നടന്നത്. ആ ഗ്യാരണ്ടി ഓഫ് ലെറ്റർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആ ഏത് ഹോസ്പിറ്റലിലാണോ അവിടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർ സേഫ് ആണ്, കാരണം കസ്റ്റമർക്ക് കിട്ടേണ്ട എല്ലാ ട്രീറ്റ്മെന്റും അവിടെ തന്നെ കിട്ടിയിരിക്കും. ഇനി ചെറിയ ക്ലെയിം ആണ്, കാരണം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പനി ജലദോഷം, അതിനൊന്നും നമുക്ക് ഈ പറഞ്ഞ ടൈം പിടിക്കില്ല. കാരണം ഒരു ക്ലിനിക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പൊ UK പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ GP എന്ന് പറയും, ജനറൽ പ്രാക്ടീഷണർ, നമ്മുടെ ഇവിടുത്തെ ചെറിയ ക്ലിനിക് എന്ന് പറയുന്ന പോലെ അവിടെ ചെല്ലുന്നു. അവിടെ പോയി കണ്ട് അതിനുള്ള മരുന്ന് വാങ്ങിച്ച് വരികയാണെങ്കിൽ ചെറിയ എമൗണ്ട് ആണ്, ഒരു $100 അല്ലെങ്കിൽ $150 ഒക്കെ പോലെയുള്ള ചെറിയ എക്സ്പെൻസാണ് വരുന്നതെങ്കിൽ പേയ്മെന്റ് അടയ്ക്കുക. നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ മെഡിക്കൽ ക്ലെയിം 2 രീതിയിലുണ്ട്, ഒരു ക്യാഷ്ലെസ് ഉണ്ട്, ഒരു റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. ക്യാഷ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്റിമേറ്റ് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. ക്ലെയിം ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറുടെ തലവേദന തീർന്നു, ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസ് കമ്പനി പിന്നെ അവിടെ നിന്ന് ടേക്കപ്പ് ചെയ്തോളും. റീഇംബേഴ്സ്മെന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ക്ലെയിം ചെയ്യുക, എഗെയിൻ ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 20 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ പറ്റും. നോൺ മെഡിക്കൽ ക്ലെയിമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഇംബേഴ്സ്മെന്റ് മാത്രമേ ഉള്ളൂ, ക്യാഷ്ലെസ്സിനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ, സോ ട്രാവൽ ഇൻഷുറൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി തന്നതിനും ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ കമ്മിങ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല അൺസർട്ടനിറ്റീസ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. സോ ഡു ടേക്ക് ട്രാവൽ ഇൻഷുറൻസ് വൈൽ യു ട്രാവൽ.